NDA സർക്കാരിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിനൊക്കെ പ്രതിപക്ഷം തയ്യാറായത്. വലിയ പ്രതിഷേധം സഭയിലൊക്കെ നടത്തിയതിന് പിന്നാലെ. പക്ഷേ ഒരു ചെറിയ പിശകെന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. വർഷം പോലും ശരിയായി രേഖപ്പെടുത്താൻ, ഇത്ര സീരിയസ് ആയ ഒരു കാര്യത്തിൽ വർഷം പോലും ശരിയായി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യമാണിപ്പോൾ ഭരണപക്ഷം ഉയർത്തുന്നതല്ലേ? വിനിത, വലിയ തരത്തിൽ പ്രതിപക്ഷം അപഹാസ്യരാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രമേയം, പ്രത്യേകിച്ച് സ്പീക്കർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ പോലും വേണ്ട രീതിയിൽ ജാഗ്രത പുലർത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ, അതായത് ഈ തവണ സഭ ആരംഭിച്ച ശേഷമുള്ള പല കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 2 മുതലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രേഖപ്പെടുത്തിയ എല്ലാ ദിവസവും, അതായത് 2025 ഫെബ്രുവരി എന്ന് രേഖപ്പെടുത്തേണ്ട ക്ഷമിക്കണം 2026 ഫെബ്രുവരി എന്ന് രേഖപ്പെടുത്തേണ്ട എല്ലായിടത്തും 2025 ഫെബ്രുവരി എന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായ ഡേറ്റ് അല്ല ഒരു കാര്യത്തിലും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അടിസ്ഥാനത്തിൽ തന്നെ ഈ നോട്ടീസ് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്പീക്കർക്കെതിരെ വലിയ കൊട്ടിക്കൊഴിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ അതിൽ കൃത്യമായ തീയതികൾ പോലും കുറിക്കാൻ 118 എംപിമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയത്തിൽ ഡേറ്റ് പോലും കൃത്യമായി എഴുതാൻ കഴിയില്ലേ പ്രതിപക്ഷത്തിന് ചോദ്യമാണ് ഇപ്പോൾ BJP ചോദിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം ഇത് വലിയ തരത്തിൽ പ്രചരണം നേടുകയും വലിയ തരത്തിൽ അപഹാസ്യരാകുകയും ചെയ്യുകയാണ് പ്രതിപക്ഷം എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഒരുപക്ഷെ ഈ തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോദി സർക്കാരിന്റെ കാലത്ത് ആദ്യമായാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ നടന്ന നിരവധി കാര്യങ്ങൾ അത് പ്രതിപക്ഷത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. പൂർണ്ണമായും BJP അംഗങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രിമാരെ പോലും അധിക്ഷേപിച്ച് സംസാരിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു. അത്തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ഈ അവിശ്വാസ പ്രമേയം ഉള്ളത്. പക്ഷേ അതിൽ തീയതികൾ പോലും തെറ്റിച്ച് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം എത്രത്തോളം പ്രതിപക്ഷം കണ്ടു എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്തായാലും വലിയ തരത്തിൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിമർശനം ഏറ്റുവാങ്ങിയാണ് വിനീത. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. 2026 എന്ന് രേഖപ്പെടുത്തേണ്ടുന്നതിന് പകരം 2025 എന്നാണ് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ രേഖപ്പെടുത്തിയതെന്നാണ്.